ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു യമ്മി ആപ്പിൾ പൈ ആണ്. ഈ ഒരു ആപ്പിൾ പൈ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് നോക്കാം ഈ ആപ്പിൾ പൈ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ആപ്പിൾ പൈ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി 3 വലിയ ആപ്പിളാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ആപ്പിൾ മുഴുവനായിട്ടും തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്ത് വരാം. അപ്പോൾ ഇതാ നമ്മുടെ ആപ്പിൾ മുഴുവനായിട്ടും തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആപ്പിൾ മിക്സ് തയ്യാറാക്കിയെടുക്കാം. ആപ്പിൾ മിക്സ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഇതാ നമ്മുടെ പാൻ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള ഗീ ഇട്ട് കൊടുക്കാം. ഗീ നന്നായിട്ട് മെൽട്ടായി വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ആപ്പിൾ പീസസ് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയൊക്കെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാവുന്നതാണ്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി 1/4 ടീസ്പൂൺ അളവിലുള്ള ഉപ്പ് കൂടി ചേർക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് നമ്മുടെ ആപ്പിൾ പൈക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി 1/2 ടീസ്പൂൺ അളവിലുള്ള വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ആപ്പിൾ പൈക്ക് നല്ല കിഡിലൻ ടേസ്റ്റ് ആയിരിക്കും. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആപ്പിളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും നന്നായിട്ട് ഇഷ്ടമാകും. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഈ പാൻ അടച്ചു വെക്കാം. നമ്മുടെ ആപ്പിളൊക്കെ ഒന്ന് കുക്കായിട്ട് വരട്ടെ. നമ്മുടെ ആപ്പിൾ മിക്സ് കുക്കാകാൻ വേണ്ടി വെച്ചിട്ട് ഏകദേശം ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ആപ്പിളൊക്കെ അത്യാവശ്യത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മാഷ് ചെയ്തെടുക്കാം. ഒരുപാട് മാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആപ്പിൾ പൈ കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ട് ആപ്പിളൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടണം. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പൊ നമ്മുടെ ആപ്പിൾ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് ആപ്പിൾ പൈ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനു വേണ്ടി അരിക് കട്ട് ചെയ്തിട്ടുള്ള 10 ബ്രെഡാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. കുറച്ച് ബ്രെഡ് ക്രംസ്, ഒരു ബൗളിൽ കുറച്ച് വെള്ളം കൂടിയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സെറ്റ് ചെയ്യാം. ഈ എഗ്ഗ് നമുക്കൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഓരോ ബ്രെഡായിട്ട് എടുത്ത് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം കൈ വെച്ച് വെള്ളം ഒന്ന് നന്നായിട്ട് വാർത്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ആപ്പിൾ മിക്സ് 1 ടേബിൾ സ്പൂൺ അളവിലെടുത്ത് ഈ ബ്രെഡിന്റെ ഒരു സൈഡ് ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാം. മിക്സ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ബ്രെഡ് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു ഫോർക്ക് വെച്ച് ഇതിൻ്റെ 2 സൈഡും ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഫില്ലിങ് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ്. അതിനുശേഷം നമുക്ക് എഗ് ബാറ്ററിൽ വെച്ച് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. എഗ് ബാറ്ററിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസ് വെച്ച് നന്നായിട്ട് കോട്ട് ചെയ്യാം. ഇപ്പം നമ്മുടെ ഒരു ആപ്പിൾ പൈ ഇവിടെ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതുപോലെ എല്ലാം സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ എല്ലാ ആപ്പിൾ പൈയും ഇവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ആപ്പിൾ പൈ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഇതാ നമ്മുടെ ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മുടെ ആപ്പിൾ പൈ ഫ്രൈ ചെയ്തെടുക്കാൻ. ബ്രെഡാണ്, അതുകൊണ്ട് കരിഞ്ഞു പോകും. ഫ്ലെയിം കുറച്ച് വെച്ച് മാത്രം ഇത് ഫ്രൈ ചെയ്തെടുക്കുക. 1 മിനിറ്റ് കഴിയുന്ന സമയത്ത് ഇതെല്ലാം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ആപ്പിൾ പൈ കഴിക്കുന്ന സമയത്ത് നല്ല ചൂടോടെ കഴിക്കണം. അപ്പോഴായിരിക്കും നല്ല കിഡിലൻ ടേസ്റ്റ് ഉണ്ടാവുക. വീണ്ടും 1 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള യമ്മി ആപ്പിൾ പൈ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.